വൈറ്റ് വ്ലോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അടിച്ചുവാരലൊക്കെ തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അമ്മേനെ കുമ്പസാരിപ്പിക്കാൻ വേണ്ടി അച്ഛൻ വരും. അപ്പോൾ വലിയ ആഴ്ചകളാണല്ലോ, അപ്പോൾ ഈസ്റ്ററിന് മുമ്പുള്ള കുമ്പസാരാണ്. അപ്പോൾ അച്ഛൻ കുറച്ച് നേരം കഴിയുമ്പോൾ വരും. അപ്പോൾ സ്റ്റീവിനെ പ്ലേ സ്കൂളിൽ വിടാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. അങ്ങനത്തെ രാവിലത്തെ എൻ്റേതായ കുറച്ച് തിക്കും തിരക്കുകളും ഒക്കെയുള്ള സമയമാണ് കേട്ടോ അത്. അപ്പോൾ അച്ഛനൊക്കെ എത്തണേക്കാൾ മുമ്പ് എനിക്ക് ക്ലീനിങ് ഒക്കെ ഏകദേശം തീർക്കണം, അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം, ഫുഡ് കൊടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തീർക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ പരിപാടികളൊക്കെ ഏകദേശം തീർന്നപ്പോഴേക്കും അച്ഛനും നമ്മുടെ കപ്പിയാർ ചേട്ടനും കൂടി ഇത് എത്തിയിട്ടുണ്ട്. സ്റ്റീവും ഒക്കെ റെഡിയായി, പ്ലേ സ്കൂളിൽ പോകാൻ റെഡിയായി, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഇവിടെ ഞങ്ങളെ അച്ഛന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇനി നേരെ അമ്മയുടെ കുമ്പസാരമൊക്കെ കഴിഞ്ഞ് അച്ഛനൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ. അങ്ങനെ സ്റ്റീവനൊക്കെ കൊണ്ടാക്കി. പിന്നെ ഞാൻ ഇന്ന് ലൈവ് വന്നായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ലൈവൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ കുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. ഇത് നമ്മുടെ വീട്ടിലത്തെ വാഴക്കുടപ്പനാണ് കേട്ടോ. അപ്പോൾ കുടപ്പൻ വേഗം ഞാൻ നമ്മുടെ പ്രീതിയിൽ ഇട്ടിട്ട് നല്ലോണം കറക്കിയെടുത്തു. പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ ഉള്ള പരിപാടികൾ അത്ര നേരം പിടിച്ചൊന്നുമില്ല. എന്നിട്ട് വേഗം അതിന് നാടൻ മുളക് മാത്രമേ ഇട്ടിട്ടുള്ളൂ, മഞ്ഞൾപ്പൊടിയും ഇട്ടു, പിന്നെ തേങ്ങയൊക്കെ ഇട്ട് ഇതേ അങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് ചെറിയൊരു ചെറിയുള്ളിയും പിന്നെ നല്ല നാടൻ മുളകൊക്കെ ഇട്ടൊരു മോര് അങ്ങനത്തെ ഉണ്ടാകും. മോരല്ല, അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈരാണ്. ആ തൈരിലിട്ട് അങ്ങനെ കഴിക്കാം എന്ന് വിചാരിച്ചു. പിന്നെ പരിപ്പ് കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് കേട്ടോ. അപ്പോൾ ഞാനിത് നാളത്തേക്ക് വേണ്ടി ഒന്ന് ഉറവൊഴിച്ച് വയ്ക്കുന്നതാണ്. അപ്പോൾ എല്ലാ ദിവസവും കുറച്ചീശ് ഇങ്ങനെ ഉറവൊഴിച്ച് വയ്ക്കും. എന്നിട്ട് പിറ്റേ ദിവസം ഉച്ചയ്ക്ക് അല്ലെങ്കിൽ രാവിലെ ഗ്രീസിന് സ്റ്റീവിന് അങ്ങനെയൊക്കെ കൊടുക്കും, അങ്ങനെ യൂസ് ചെയ്യും. അപ്പോൾ ആ തൈരിൽ നിന്ന് കുറച്ച് ഒഴിച്ച് വെച്ച് പാലൊഴിച്ച് ഇതേ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഫ്രഷ് ആയിട്ട് നാളെ യൂസ് ചെയ്യും. അപ്പോൾ അതേ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും നമ്മുടെ തൈരിൽ ചെറിയുള്ളിയും പച്ചമുളകും ചതച്ചിട്ടതും പിന്നെ പരിപ്പ് കറിയും പിന്നെ കടപ്പനും തോരനും. അപ്പോൾ ഗ്രേസും ഉണ്ട് നമ്മുടെ കൂടെ. ഗ്രേസിൻ്റെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തല്ലോ, സ്റ്റീവിനെ പ്ലേ സ്കൂളിൽ പറഞ്ഞയച്ചു കൂട്ടാ. പിന്നെ ഇനി ഞങ്ങൾ രാവിലെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വൈകുന്നേരം അന്തോണീസിനാളുടെ പള്ളിയിലൊക്കെ പോയി ഇതേ കുറച്ച് ഷോപ്പിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോയിട്ടാണ്. പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഞങ്ങൾ ഹോം എക്സ്പ്രസ്സിൽ കയറിയായിരുന്നു ഇഷ്ടമിച്ചറ. അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിച്ചു. മെയിൻ എൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇതായിരുന്നു, മരക്കത്തി അല്ല മരക്കയില്. ചൊവ്വല്ലോ അവിടെ ഒരു ഷേപ്പ് വ്യത്യാസം. അങ്ങനെയല്ല, നമ്മളിപ്പോ തൽക്കാലം യൂസിന് മേടിച്ചതാ. അല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഉപയോഗിച്ചോണ്ടിരുന്നത് സിലിക്കോൺ അല്ല, സിലിക്കോണിനെ ഓൺലൈനിൽ മേടിച്ചോണ്ടിരുന്നതായിരുന്നു ഉപയോഗിച്ചോണ്ടിരുന്നത് കേട്ടോ. അപ്പോ കുറെ പേര് ഇപ്പോഴും പറയാറുണ്ട് അത് യൂസ് ചെയ്യരുതെന്ന്. പക്ഷെ നമ്മള് പ്രൊഡക്റ്റ് റിവ്യൂലും ബാക്കി കാര്യങ്ങളൊക്കെ അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എങ്കിലും കുറെ പേര് റിക്വസ്റ്റ് ചെയ്യുമ്പോ വിടുവിന് തന്നെ ഒരു ഇത്, എനിക്ക് തന്നെ ഒരു തോന്നൽ അത് മാറ്റിയാലോ എന്ന്. സംഭവം ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇതായിരുന്നു കേട്ടോ ആ സംഭവം. നിങ്ങളെ വീഡിയോയിൽ എപ്പോഴും കാണുന്നുണ്ടാവും. ഇതിന്റെ ഒരു പിങ്ക് ആയിരുന്നു മുമ്പ് ഉപയോഗിച്ചായിരുന്നു, പിങ്ക് പോലത്തെ ഒരു കളറ്. പക്ഷെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു 10 പേര് നല്ലത് പറയുന്ന ഒരു 5 പേരെങ്കിലും പറയും നമ്മുടെ മരക്കയിൽ തന്നെയല്ല നല്ലത്. അപ്പൊ നിങ്ങള് ഇങ്ങനെ പറയുമ്പോ എനിക്കും എന്റെ ഉള്ളിൽ ഒരു തോന്നൽ മാറ്റിയാലോ എന്ന്. അപ്പൊ അങ്ങനെ അത് മാത്രമല്ല വിടുവിന് ഭയങ്കര വിഷമം. അതായത് കുറെ പേര് പറഞ്ഞിട്ട് നമ്മള് ചെയ്യാണ്ടിരിക്കുമ്പോ ഒരു വിഷമം. പിന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഒക്കെ മേടിക്കുമ്പോ അതുമല്ല വേറെ ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതൊക്കെ നല്ലതാന്ന് പറയണുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഇത്ര യൂസ് ചെയ്ത് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അറിയില്ല. ഗ്രേസ് അവർ കൊണ്ടുപോകണേ. അപ്പൊ എന്തായാലും നമ്മൾ മാറ്റാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ വീട് ഇന്ന് മുതൽ മരത്തിലേക്ക് മാറിയിരിക്കുന്നു. മരം പിന്നെ സ്റ്റീലും മരവും സ്റ്റീലിലേക്ക് പിന്നെ ചിരട്ട മരത്തിൽ വെട്ടു. ചിരട്ടയിലേക്ക് അവിടെ ഉണ്ടായിരുന്നാണ്. നമ്മളിതുപോലത്തെ വേറൊരു മേടിച്ചൊക്കെ നമ്മുടെ വീട്ടിലിരിക്കണ്ട ചേട്ടാ. എത്രയാ? 45 രൂപ, 15 രൂപ, 45 രൂപ, 45 രൂപ. MRP 55, 45. ഇതിനും 45. പക്ഷെ ഇത് ശരിയല്ല കേട്ടോ. അവിടെ ഉണ്ടായിരുന്നില്ല മര്യാദക്ക്. എല്ലാരും ഇങ്ങനെ ഇരിക്കണേ ഇല്ല, കളക്ഷൻ കുറവായിരുന്നു. വേറെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എന്റെ മൈൻഡിലുള്ള സാധനം കിട്ടിയില്ല. അപ്പൊ തൽക്കാലം നമുക്ക് ആവശ്യത്തിന് വേണല്ലോ. ആക്ച്വലി ഞാൻ ഈ സാധനം യൂസ് ചെയ്യണം. അപ്പൊ ഇത് ഒഴിവാക്കാനാണ് ഞാനിപ്പോ ഇത് മേടിച്ചത്. അപ്പൊ ഇത് മരാണോ കറക്റ്റ്? അല്ല, ഇതൊന്നും മരമല്ല. എനിക്ക് ഇതൊക്കെ പോളിഷ് ചെയ്തിട്ടില്ല എങ്കിലും
ഇതെന്തോ വേറൊരു മുകളിൽ എന്തോ ചെയ്തിട്ടുണ്ട്. നല്ലൊരു സാധനം വേണമെന്നുണ്ട് എനിക്ക്. അത് ഓൺലൈനിലൊക്കെ നോക്കി നമ്മള് ചിരട്ട തന്നെയായിരിക്കും നല്ലത്, ഒറിജിനൽ ആവണമെന്നുണ്ടെങ്കിൽ. അല്ല, മരമൊക്കെ നല്ല സാധനം കിട്ടുമായിരിക്കും. നിങ്ങൾക്കത് അറിയണ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിച്ചോളൂ കേട്ടോ. ഒറിജിനൽ സാധനം, ഒറിജിനൽ സാധനം, നല്ല സാധനം, പോളിഷ് ഒന്നും ചെയ്യാത്ത നല്ല സാധനം. യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കുമല്ലോ. അപ്പൊ ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്ന ഐറ്റംസ് ആണെങ്കിൽ അത് പറയണേ. അപ്പൊ നമുക്ക് നിങ്ങൾക്കും അറിയാത്തവർക്കും ഷെയർ ചെയ്യാനൊക്കെ പറ്റുമല്ലോ. തൽക്കാലം യൂസിന് മേടിച്ചതാണിത്. ഇപ്പൊ നമ്മള് സ്റ്റീൽ കാലം സത്യം പറഞ്ഞാൽ അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. പക്ഷെ ഇത് നമുക്ക് നീ അന്ന് സ്റ്റീൽ പാത്രത്തിന്റെ മൊത്തം മാറിയതായിരുന്നല്ലോ, ഓർമ്മയുണ്ടോ? അന്ന് സ്റ്റീലിന്റെ മറ്റേ ഉണ്ട കയ്യിലും അതൊക്കെ എടുത്തായിരുന്നു. അല്ല, നമ്മളിവിടെ ഓൾറെഡി നമ്മുടെ അവിടുത്തെ വീട്ടിലിരിക്കണെന്ന് തോന്നുന്നു. അല്ല, നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നുണ്ട്. അതെടുത്തൂടെ? മറ്റേ ഗ്രേസിന്റെ ഫ്രൈ പാനിൽ ഉപയോഗിക്കണം. ഫ്രൈ പാനിൽ സ്റ്റീലിട്ട് വരയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെ ചെറിയൊരു ഡിസിഷൻ എടുത്ത് നിങ്ങളോട് പറയുന്നതാണ്. പിന്നെ എന്നിട്ട് പറയണ്ടായിരുന്നു, ഇന്നേ ഞാൻ പള്ളിയിൽ പോയപ്പോ വീഡിയോ എടുക്കാം, മാളയിലൊക്കെ പോയി അങ്ങനൊക്കെ വീഡിയോ എടുക്കാന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സ്റ്റീവ് ഞങ്ങള് പള്ളിക്ക് കേരളയൊക്കെ പോകുമ്പോ അവനൊന്ന് വീണു റോട്ടില്. കാല് പൊട്ടി, ചെറുതായിട്ടൊന്ന് പൊട്ടിയുള്ളൂ. പക്ഷെ അപ്പൊ തുടങ്ങി കരച്ചിലും ബഹളവും. അവിടെ നമ്മുടെ വരെ കുർബാനയുടെ സമയത്ത് മൊത്തം കരച്ചിലായിരുന്നു. ഇവിടെ എത്തണവരെ എത്തിയിട്ടും കരച്ചിലായിരുന്നു. എന്നിട്ട് ഐസ്ക്രീം മേടിച്ചു തരാന്ന് പറഞ്ഞു. ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞപ്പോ ചെറിയൊരു ആശ്വാസം. പിന്നെ ബാൻഡേജ് വേണമെന്ന് പറഞ്ഞു. ബാൻഡേജ് ഒട്ടിച്ചപ്പോ നല്ല വേദന ഒന്ന് ചെറുതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. വലിയ വീഴ്ചയൊന്നും വലിയ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പൊ സവോള അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ഒക്കെ മേടിച്ചിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് ഇങ്ങനെ കാണിച്ചാ പോരെ. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇതവിടുത്തെ പുതിയ കവറാന്നോളൂ. അതിലാ ക്ലോറക്സ് എടുത്ത് മാറ്റി, കയ്യിൽ ക്ലോറക്സ് കിടക്കുന്നുണ്ട്. ക്ലോറക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ഞാൻ ഉദ്ദേശിച്ച പോലെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതിലേക്ക് വിഷമമുണ്ട്. അപ്പൊ ഇന്ന് ഉച്ചയ്ക്ക് ലൈവ് വന്നായിരുന്നു. കുറെ പേര് പറഞ്ഞു കമന്റ് ഒക്കെ ഇട്ടിട്ടുണ്ട് ലൈവ് നേരത്തെ പറയേണ്ടതായിരുന്നു. ശരിക്കും യൂട്യൂബിൽ നീ പറഞ്ഞില്ലേ? ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഇട്ടിട്ട് അരമണിക്കൂർ മുമ്പ് പറഞ്ഞേ. അവരുടെ തലേദിവസം പറഞ്ഞില്ല, പെട്ടെന്ന് തീരുമാനിച്ചായിരുന്നു ലൈവ്. അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ പറയാണ്ടിരുന്നത്. ഇനി അടുത്ത ലൈവ് അഡ്വാൻസ് ആയിട്ട് നേരത്തെ ഒരു ദിവസം മുമ്പ് പറയാം. അപ്പൊ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. ബൈ ബൈ.